സബ്സ്ക്രൈബ് ചെയ്യാത്തൊരു സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ബട്ടൻ്റെ തൊട്ടടുത്തിൻ്റെ ഒരു ബെല്ലൈക്കൺ ഉണ്ട്, അതുകൂടെ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് റെഗുലർ അപ്ഡേറ്റ്സ് കിട്ടുന്നതായിരിക്കും. ക്ലാസ് കാണാൻ നിങ്ങൾ പ്ലേലിസ്റ്റാണ് ചെക്ക് ചെയ്യേണ്ടത്. പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്താൽ നിങ്ങൾക്ക് കാണാം ക്ലാസ് വൈസും ലെസൺ വൈസും കൊടുത്തിട്ടുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു ലെസൻ്റെ അല്ലെങ്കിൽ ക്ലാസ്സിൻ്റെ പാർട്ടായിട്ട് കാണാം. Hello, welcome to my channel. So today we are going to learn the next concept in the lesson, the first lesson, that is some basic concepts of chemistry, that is stoichiometry. Before going to the class, we have to clarify something. അതായത് നിങ്ങൾ കുറേ ആൾക്കാർ എനിക്ക് കോമൻസിൽ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നുണ്ട്, മാം ഇതാണോ അതാണ്. അപ്പം ചിലവർ വിചാരിക്കും, ചിലതൊക്കെ ഞാൻ അപ്പം ഡൗട്ട് ക്ലിയർ ചെയ്ത് ടൈപ്പ് ചെയ്ത് കൊടുക്കാറുണ്ട്. ബട്ട് സം ക്വസ്റ്റ്യൻസ് ഐ കനോട്ട് ടൈപ്പ് ഇറ്റ്. നിങ്ങൾക്ക് ഇങ്ങനെ ടൈപ്പ് ചെയ്ത് എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ എനിക്ക് തോന്നുന്നു നിങ്ങൾക്കത് കൺവേ ചെയ്യാൻ പറ്റത്തില്ല. അപ്പം നിങ്ങൾ വിചാരിക്കരുത് ഞാൻ റെസ്പോണ്ട് ചെയ്യുന്നില്ല. ചെയ്യാത്തതുകൊണ്ടല്ല, ഐ എം ജസ്റ്റ് ടേക്കിംഗ് നോട്ടിങ്. നിങ്ങളുടെ എല്ലാ ഡൗട്ട്സും ഞാൻ നോട്ട് ചെയ്ത് വെക്കുന്നുണ്ട്. ആൻഡ് ആഫ്റ്റർ ദിസ് ലെസൺ ഐ വിൽ കംപ്ലീറ്റ്. നമ്മൾ എല്ലാ ക്ലാസ്സിലും നിങ്ങൾക്ക് എൻ്റെ പ്ലേലിസ്റ്റ് നോക്കിയാൽ കാണാം, മെജോറിറ്റി ഓഫ് ദ ക്ലാസ്സസ് ഞാൻ എങ്ങനെയാണ് ചെയ്യാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ, ഒരു ലെസൺ കഴിഞ്ഞ് ഡൗട്ട് ക്ലിയറിംഗ് എന്ന് പറഞ്ഞിട്ടൊരു വീഡിയോ ചെയ്യാറുണ്ട്. അതിൽ നിങ്ങൾ ഓരോരുത്തരും ചോദിക്കുന്ന ഡൗട്ട്സാണ് ഞാൻ അതിൽ ക്വസ്റ്റ്യനും ആൻസറും ആയിട്ട് തരാറ്. സോ ഇറ്റ് വിൽ ബി മോർ ഈസി. അപ്പം നിങ്ങൾക്ക് എനിക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരാനും പറ്റും. ഈ കമൻറ്റ് ടൈപ്പ് ചെയ്യുന്നതിനും കൂടെ എനിക്ക് ഈസി ആയിട്ടും നിങ്ങൾക്കും അതായിരിക്കും ഹെൽപ്ഫുൾ. അപ്പോൾ നിങ്ങളെ ഡൗട്ട്സ് ഒക്കെ നിങ്ങൾ ചോദിച്ചോളൂ കമൻസിൽ. ഐ വിൽ ബി ഡൂയിങ് എ ഡൗട്ട് ക്ലിയറിംഗ് വീഡിയോ ഫോർ ദാറ്റ്. അപ്പം നിങ്ങൾ കൺഫ്യൂസ്ഡ് ആവരുത്, മാം എന്താ റെസ്പോണ്ട് ചെയ്യാത്തത്. ഞാൻ റെസ്പോണ്ട് ചെയ്യാത്തതുകൊണ്ടല്ല, ഐ വിൽ ബി ഡൂയിങ് ഇൻ ദ സെയിം വേ. ഞാൻ എൻ്റെ 10th അങ്ങനെ തന്നെയാണ് ചെയ്തു കൊടുക്കാറ്. സോ യു ക്യാൻ ആസ്ക് ഓൾ യുവർ ഡൗട്ട്സ് ഇൻ ദ കമൻറ്റ് സെക്ഷൻ. അപ്പം ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വെരി ഇമ്പോർട്ടൻറ്റ് ആൻഡ് വെരി സിമ്പിൾ, ബട്ട് അതോടൊപ്പം നമുക്കിതിൽ നിന്ന് കുറേ ന്യൂമറിക്കൽ പ്രോബ്ലംസും ചെയ്യാറുണ്ട്. Stoichiometry and stoichiometry calculation. So first we should know what is meant by stoichiometry. Stoichiometry enna onnumilla. It is derived from two Greek words, that is stoichion and metron. Stoichion and metron. Stoichion means element and metrons means measure. അതൊന്ന് രണ്ടും കൂടെ കമ്പൈൻ ചെയ്തൊക്കെ എലിമെന്റ് മെഷർ അല്ലേ. എലിമെന്റ്സിന്റെ മെഷർമെന്റ് ആണ് സ്റ്റോഷിയോമെട്രി. അങ്ങനെ പറഞ്ഞാൽ നമുക്കറിയാം ഒരു റിയാക്ഷൻ അല്ലേ. റിയാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ A+B gives C എന്ന് വിചാരിക്കാം. എയും ബിയും കൂടെ കമ്പൈൻ ചെയ്തപ്പോൾ C കിട്ടി. അപ്പം നമുക്ക് അറിയണം എത്ര ഗ്രാം ഓഫ് എയും എത്ര ഗ്രാം ഓഫ് ബിയും കൂടെ റിയാക്ട് ചെയ്താൽ നമുക്ക് എത്ര ഗ്രാം ഓഫ് പ്രൊഡക്റ്റ് കിട്ടും. അപ്പോൾ സ്റ്റോഷിയോമെട്രി കാൽക്കുലേഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ഹെൽപ്ഫുൾ ഓർ ഇറ്റ് ഗീവ്സ് അസ് എൻ ഇൻഫർമേഷൻ അബൌട്ട് ഹൗ മച്ച്, എത്ര എമൗണ്ട് ഓഫ് റിയാക്ടൻറ്റ് ഓർ എത്ര എമൗണ്ട് ഓഫ് പ്രൊഡക്ട്സ് പ്രൊഡ്യൂസ് ചെയ്തു, അല്ലെങ്കിൽ എത്ര എമൗണ്ട് ഓഫ് ഓരോ റിയാക്റ്റൻറ്റ് വേണം ഒരു പെർട്ടിക്കുലർ എമൗണ്ട് ഓഫ് പ്രൊഡക്ട്സ് കിട്ടാൻ. ഇപ്പം നിങ്ങൾ വിചാരിക്കും ഇതൊക്കെ എന്തിനാണ് നമ്മൾ പഠിക്കണമെന്നല്ലേ. ബട്ട് നമ്മളിപ്പം ഒരു റിസർച്ച് ചെയ്യുകയാണെന്ന് വിചാരിക്കാം. അപ്പം നിങ്ങൾക്ക് കുറേ അൺനോൺ ആയിട്ടുള്ള കോമ്പൗണ്ട്സ് ആണ് കയ്യിലിരിക്കുന്നത്. അപ്പം നിങ്ങൾക്കറിയണം ഈ എ എന്ന് പറഞ്ഞ കോമ്പൗണ്ട് എത്ര എമൗണ്ട് എടുത്താലാണ് ഈ ബി എന്ന എമൗണ്ടുമായിട്ട് കമ്പൈൻ ചെയ്യുക, എന്നിട്ട് നമുക്ക് എത്ര എമൗണ്ട് ഓഫ് സി കിട്ടും. അപ്പം ഇതൊക്കെ നമുക്കറിയണമെങ്കിൽ നമുക്ക് സ്റ്റോഷിയോമെട്രിക്, അതായത് നമുക്ക് ഈച്ച് ആൻഡ് എവറി ഇവരുടെ സ്റ്റെപ്പ് മെത്തേഡ്സ് ഒക്കെ അറിഞ്ഞിരിക്കണം. സോ സ്റ്റോഷിയോമെട്രി എന്ന് ഇറ്റ്സ് നത്തിങ്, ഇറ്റ്സ് ദ മെഷർമെൻറ്റ് ഓഫ് എലിമെൻറ്റ്. ഒരു എലിമെൻറ്റ്സിൻ്റെ മെഷർമെൻ്റ് ആണ് തരുന്നത്. സ്റ്റോഷിയോമെട്രി കാൽക്കുലേഷൻ ഹെൽപ്പ് us to understand the amount of reactants which is required for a chemical reaction. ഒരു കെമിക്കൽ റിയാക്ഷൻ നടത്താൻ എത്ര എമൗണ്ട് ഓഫ് കെമിക്കൽ റിയാക്റ്റൻ്റ് വേണം, അല്ലെങ്കിൽ ഒരു കെമിക്കൽ റിയാക്ഷൻ നടക്കുമ്പം എത്ര എമൗണ്ട് ഓഫ് പ്രൊഡക്ട്സ് കിട്ടുന്നു, ഇതൊക്കെ ഒരു കാൽക്കുലേഷൻ വഴിയാണ് ചെയ്യുന്നത്. അപ്പം നമ്മൾ ആദ്യം സ്റ്റോഷിയോമെട്രി കാൽക്കുലേഷൻ ചെയ്യുന്നതിൻ്റെ മുന്നേ വി ഷുഡ് അണ്ടർസ്റ്റാൻഡ് സം മോർ തിങ്സ്. നമുക്ക് കുറച്ച് കാര്യങ്ങൾ അതിൻ്റെ മുന്നേ അറിയാനുണ്ട്. ആദ്യം നമുക്കറിയേണ്ടത് ഹൗ ടു ബാലൻസ് എ കെമിക്കൽ ഇക്വേഷൻ എന്നാണ്. അത് ഞാൻ പറഞ്ഞു, യു ഹാവ് ടു സീ ദ വീഡിയോ വിച്ച് ഐ ഹാവ് ഡൺ ഓൾറെഡി. നിങ്ങൾക്ക് എൻ്റെ പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്യാം. ഞാൻ ഇന്ന് കമൻസിൽ ഞാൻ കുറേ ദിവസമായി ഇത് പറയുന്നു, നിങ്ങൾ ബാലൻസിങ് ദ ഇക്വേഷൻ്റെ വീഡിയോ കണ്ടിരിക്കണം. അപ്പം ഞാനിപ്പം ഒരു റിയാക്ഷൻ എഴുതാണ്. CH4+O2 gives CO2 plus H2O. 1 carbon, 1 carbon, 4 hydrogen, 2 hydrogen. So I have to give here 2. Now I'll check. 2 oxygen, that is 4. So ഇതാണ് ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻ ഫോർ ദി കമ്പഷൻ ഓഫ് മീത്തേൻ. മീത്തേൻ്റെ കമ്പഷൻ നടക്കുമ്പോൾ ഐ എം ഗെറ്റിംഗ് CH4+O2, 2O2 gives CO2 plus 2H2O. ഇനി ഇതിൻ്റെ ഒക്കെ ബ്രാക്കറ്റിൽ ഞാൻ G എന്ന് എഴുതും.
അപ്പോൾ ഒരു കെമിക്കൽ ഇക്വേഷൻ കിട്ടിക്കഴിഞ്ഞാൽ ഒരു ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻ കിട്ടിയാൽ വി ആർ ഗെറ്റിംഗ് മെനി ഇൻഫർമേഷൻ ഫ്രം ദിസ്. ഈ ഒരു ഒറ്റ ഇക്വേഷനിൽ നിന്ന് എനിക്ക് ലോട്ട് ഓഫ് ഇൻഫർമേഷൻസ് കിട്ടുന്നുണ്ട്. എന്തൊക്കെയാണ് ഇൻഫർമേഷൻ? ബ്രാക്കറ്റിൽ ജി എന്ന് എഴുതി കഴിഞ്ഞാൽ ഇറ്റ് ഈസ് അണ്ടർസ്റ്റുഡ് ദാറ്റ് ദീസ് ആർ ഇൻ ദ ഗേഷ്യസ് ഫോം. ഇനി ബ്രാക്കറ്റിൽ എസ് ആണ് തന്നിരുന്നെങ്കിൽ ഇറ്റ് വിൽ ബി ഇൻ ദ സോളിഡ് ഫോം. ഇപ്പോൾ ബ്രാക്കറ്റിൽ എൽ ആണ് തന്നിരുന്നെങ്കിൽ ഇറ്റ് വിൽ ബി ഇൻ ദ ഫോം ഓഫ് എ ലിക്വിഡ്. അപ്പോൾ എനിക്ക് മനസ്സിലായി ഓൾ ദീസ് റിയാക്റ്റൻസ് ആൻഡ് ദി പ്രോഡക്ട്സ് ആർ ഇൻ ദ ഫോം ഓഫ് എ ഗ്യാസ്. ഇനി എന്താണ് റിയാക്റ്റൻറ്റ്? ദ സബ്സ്റ്റൻസ് വിച്ച് അണ്ടർഗോ റിയാക്ഷൻ. ആര് തമ്മിലാണ് ഇവിടെ റിയാക്ഷൻ നടക്കുന്നത്? ദേ ആർ നോൺ ആസ് ദി റിയാക്റ്റൻറ്റ്. And when these two substances react, we are getting a product. നിങ്ങൾക്കറിയാലോ ഇത് ഒരു റിയാക്റ്റൻ്റ് ഉണ്ടാവും, ഒരു കെമിക്കൽ റിയാക്ഷനിൽ ഒരു പ്രോഡക്റ്റ് ഉണ്ടാവും. The substance which undergo chemical reaction, they are known as the reactant, and the substances which are produced after a chemical reaction are known as the product. ഇതും നിങ്ങൾക്കറിയാം. ഇനി എന്തൊക്കെ ഇൻഫോർമേഷൻസ് എനിക്കിതിൽ നിന്ന് കിട്ടുന്നുണ്ട്? ഇവിടെ എനിക്ക് കാണാം, ഇവിടെ ഒന്നും ഇല്ലാത്തതുകൊണ്ട് 1 മോൾ. ഇനിയിപ്പോൾ ഞാൻ ഇതിന് ഓരോന്നിൻ്റെ ടേമിൽ പറയാം. ഇൻ ടേംസ് ഓഫ് എ മോളിക്യൂൾ. മോളിക്യൂളിൻ്റെ ടേമിൽ പറയുമ്പം എനിക്ക് പറയാം എന്തൊക്കെ കാര്യങ്ങൾ. 1 molecule of CH4 react with 2 molecule of oxygen. ഒരു മോളിക്യൂൾ CH4 2 molecule ആയ ഓക്സിജനുമായിട്ട് റിയാക്ട് ചെയ്യുമ്പം ഐ എം ഗെറ്റിംഗ് 1 molecule carbon dioxide and 2 molecule water. അതായത് ഒരു മോളിക്യൂൾ മീത്തേന് 2 molecule ഓക്സിജനുമായിട്ട് റിയാക്ട് ചെയ്യുമ്പം ഐ എം ഗെറ്റിംഗ് 1 molecule of carbon dioxide and 2 molecule of water. കണ്ടോ? അപ്പം നിങ്ങൾക്ക് മനസ്സിലായില്ലേ, ഒരു മോളിക്യൂൾ ഓഫ് CH4ന് 2 മോളിക്യൂൾ ഓക്സിജനുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോഴേ നമുക്ക് 1 മോളിക്യൂൾ കാർബൺ ഡയോക്സൈഡും 2 മോളിക്യൂൾ H2ഉം കിട്ടും. ഈ ഇങ്ങനെ കാണുന്ന കോഎഫിഷ്യൻറ്റിനെ നമ്മൾ സ്റ്റോഷിയോമെട്രിക് കോഎഫിഷ്യൻസ് എന്ന് പറയും. ഇതിനെ നമ്മൾ എന്താ പറയുക? സ്റ്റോഷിയോമെട്രിക് കോഎഫിഷ്യൻസ് എന്നാണ് പറയുക. ഇനി ഞാൻ ഇൻ ടേംസ് ഓഫ് ഇവിടെ നമുക്കിപ്പം എനിക്കിതിനിപ്പോൾ ഇങ്ങനെ പറയാം 1:2:1:2. ഇതാണല്ലോ ഇവരെ റേഷ്യോ അല്ലേ? 1 molecule of CH4 react with 2 molecule of oxygen to give 1 molecule of carbon dioxide and 2 molecules of water. ഇനി ഇൻ ടേംസ് ഓഫ് മോൾ കോൺസെപ്റ്റിൽ പറയുകയാണെങ്കിൽ എനിക്ക് വീണ്ടും പറയാം 1 mole of CH4 react with 2 മോളിലാണ് മോൾ ഓഫ് ഓക്സിജൻ to produce 1 mole of carbon dioxide and 2 mole of water എന്ന് പറയാം. ഒരു മോൾ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം 6.022 × 10⁻²⁵. അതായത് ഒരു മോളിക്യൂൾ CH4 അതിൽ എവോഗ്രാഡോ നമ്പർ NA അല്ലേ. അപ്പം ഒരു മോൾ ഓഫ് CH4ഉം 2 മോൾ ഓഫ് ഓക്സിജനും കമ്പൈൻ ചെയ്ത 1 മോൾ ഓഫ് കാർബൺ ഡയോക്സൈഡ് ആൻഡ് 2 മോൾ ഓഫ് വാട്ടർ കിട്ടും. ഇത് ഇൻ ടേംസ് ഓഫ് മോളിൻ്റെ ടേംസിൽ. ഇൻ ടേംസ് ഓഫ് ഗ്രാംസിൽ എനിക്ക് പറഞ്ഞൂടെ അല്ലേ? നിങ്ങൾക്ക് മോളാർ മാസ് പറയാലോ. എങ്ങനെയാണ് മോളാർ മാസ് കാൽക്കുലേറ്റ് ചെയ്യാന്ന് നമുക്കറിയാം. CH4 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 12 grams of hydrogen and 12 gram of carbon and 1 gram of hydrogen ആണ്. ഇവിടെ എത്ര ഹൈഡ്രജൻ ഉണ്ട്? 4. അപ്പം 16 gram of CH4 react with ഓക്സിജൻ നമുക്കറിയാം 16 ആണ്, O2 ആണ്. അപ്പം 16 + 16 ദാറ്റ് ഈസ് 32. എത്ര ഗ്രാംസ് ഓഫ് ഓക്സിജൻ ഉണ്ട്? 2 molecule of oxygen molecule ഉണ്ട്. അപ്പോൾ എത്രയാ? 32 × 2 ദാറ്റ് ഈസ് 64 gram. 64 gram of oxygen, അതായത് 16 gram CH4 64 gram ഉള്ള ഓക്സിജനുമായിട്ട് കമ്പൈൻ ചെയ്തിട്ട് നമുക്ക് കാർബൺ ഡയോക്സൈഡ് കിട്ടുന്നുണ്ട്. കാർബൺ ഡയോക്സൈഡ് എത്രയാ നോക്കാം? കാർബൺ ഇസ് 12, 2 ഓക്സിജൻ ഉണ്ട്. അപ്പോൾ 16 + 16 12 14.23 44. സോ 44 gram ഓഫ് കാർബൺ ഡയോക്സൈഡും എത്ര കിട്ടുന്നുണ്ട്? വാട്ടർ നമുക്കറിയാം 18 ആണ്. 16 + 2 ദാറ്റ് ഈസ് 18. എത്ര മോളിക്യൂൾ ഉണ്ട്? 2 വാട്ടർ മോളിക്യൂൾ. അപ്പോൾ 2 × 18 ദാറ്റ് ഈസ് 36 gram ഓഫ് ഓക്സിജൻ ഇസ് പ്രൊഡ്യൂസ്ഡ്. മനസ്സിലാവുന്നുള്ള ഒരൊറ്റ ഇക്വേഷന് നമുക്ക് മോളിക്യൂളിൻ്റെ ടേം കിട്ടി, മോളിൻ്റെ ടേം കിട്ടി, എനിക്ക് ഗ്രാമിൻ്റെ ഫോമിൽ കിട്ടി.
ഇതൊക്കെ ഗ്യാസ് ആയതുകൊണ്ട് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്, അതായത് ഗ്യാസസ്, അതായത് 1 mole ഓഫ് എനി ഗ്യാസ് വിൽ ഒക്യുപ്പൈസ് എ വോളിയം ഓഫ് 22.4 ലിറ്റർ. ഓർക്കുന്നുണ്ടോ ഇത്? അതായത് 1 mole ഓഫ് എനി ഗ്യാസ്, 1 mole ഓഫ് എനി ഗ്യാസ് വിൽ ഒക്യുപ്പൈസ് എ വോളിയം ഓഫ് 22.4 ലിറ്റർ. നമ്മൾ ഈ മോൾ കോൺസെപ്റ്റ് പഠിക്കുമ്പോൾ പഠിച്ചിട്ടുണ്ട്. പഠിക്കാത്തവരൊന്ന്, ഓർക്കാത്തവരൊന്ന് റിഫ്രഷ് ചെയ്തോളൂ. എന്താണ് ഒരു മോൾ ഓഫ്, അത് ഏത് ഗ്യാസ് ആയിക്കോട്ടെ, ഓക്സിജൻ ആയിക്കോട്ടെ, കാർബൺ ഡൈ ഓക്സൈഡ് ആയിക്കോട്ടെ, എന്തോ ആയിക്കോട്ടെ, 1 mole ഓഫ് എനി ഗ്യാസ്, 1 mole ആണ്, 1 mole ഓഫ് എനി ഗ്യാസ് വിൽ ഒക്യുപ്പൈ 22.4 ലിറ്റർ വോളിയം. ഏത് ഗ്യാസ് ആയിക്കോട്ടെ അത് 1 mole ആണെങ്കിൽ അത് ഒക്യുപ്പൈ ചെയ്യുന്ന വോളിയം 22.4 ലിറ്റർ ആണ്. അപ്പം നമുക്കറിയാം ഇവിടെ 1 mole ഓഫ് CH4 ആണ്. അപ്പോൾ അത് എത്ര ഒക്യുപ്പൈ? 22.4 ലിറ്റർ ഓഫ് CH4 റിയാക്ട് വിത്ത് എത്ര മോൾ ഉണ്ട്? 2 മോൾ. ഒരു മോള് 22.4 ആണെങ്കിൽ 2 മോൾ എത്രയാ? 22.4 പ്ലസ് 22.4. അപ്പോൾ അത് എത്ര ഒക്യുപ്പൈ ചെയ്യും? 44.8 ലിറ്റർ ഓക്സിജൻ, അതായത് 22.4 ലിറ്റർ മീത്തേനും 44.8 ലിറ്റർ ഓക്സിജനും കൂടെ കമ്പൈൻ ചെയ്തിട്ട് 1 mole ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ്. 1 mole എന്ന് പറഞ്ഞാൽ 22.4 ലിറ്റർ കാർബൺ ഡൈ ഓക്സൈഡും 2 moles ഓഫ് വാട്ടർ, ദാറ്റ് ഈസ് 44.8 ലിറ്റർ വാട്ടറും പ്രൊഡ്യൂസ് ചെയ്യും. കണ്ടോ, ഇത്രയും ഇൻഫോർമേഷൻ ഒരൊറ്റ ബാലൻസ്ഡ് ഇക്വേഷന് നമുക്ക് കിട്ടുന്നുണ്ട്. എന്തൊക്കെ ഇൻഫോർമേഷൻസ് കിട്ടിയെന്ന് നോക്കിക്കേ. സോ ബാലൻസ് കെമിക്കൽ ഇക്വേഷൻ വെച്ചിട്ടാണ് നമ്മൾ സ്റ്റോഷിയോമെട്രി കാൽക്കുലേഷൻസ് കണ്ടുപിടിക്കുക. അപ്പോൾ നമുക്കൊരു ഇക്വേഷൻ കണ്ട, യു ഷുഡ് അണ്ടർസ്റ്റാൻഡ് വാട്ട് ഓൾ തിങ്സ് ആർ ദെയർ ഇൻ ദാറ്റ് ഇക്വേഷൻ. ദിസ് ഇസ് ദ റിയാക്ടന്റ്, ദിസ് ഇസ് ദി പ്രോഡക്റ്റ്. 1 molecule of CH4 react with 2 molecule of oxygen to produce 1 molecule of carbon dioxide and 2 molecule of water. ഇത് ബാലൻസ് ചെയ്താൽ മാത്രമേ ഇത്രയും ഇൻഫോർമേഷൻസ് കിട്ടൂ. വിത്തൗട്ട് ബാലൻസിങ് ആണെങ്കിൽ എല്ലാം 1 ആയിരിക്കും. സോ whenever you get an equation, first you have to do the balancing, then only we can go with the stoichiometry calculation. അടുത്തത് എന്താ? നമ്മൾ മോളിൻ്റെ കോൺസെപ്റ്റിൽ പറഞ്ഞു 1 mole of CH4 react with 2 mole of oxygen to produce 1 mole of carbon dioxide and 2 mole of water. അടുത്തത് നമ്മൾ ഗ്രാമിൻ്റെ കോൺസെപ്റ്റിൽ പറഞ്ഞു 16 gram of CH4 react with 64 gram of O2 to give 44 gram of carbon dioxide and 36 gram of O2. We have already done how to determine the molecule molar mass. ദെൻ നമ്മൾ ലിറ്റർ, അതായത് വോളിയത്തിൻ്റെ കേസ് പറയുമ്പോൾ നമുക്കറിയാം ഏതൊരു ഗ്യാസും 1 mole ആണെങ്കിൽ അത് ഒക്യുപ്പൈ ചെയ്യുന്ന വോളിയം എന്ന് പറയുന്നത് 22.4 ആണ്. നമ്മൾ പഠിച്ചിട്ടുണ്ട് അവോഗാഡ്രോ, ഈക്വൽ വോളിയം ഓഫ് ഓൾ ഗ്യാസസ് അണ്ടർ ദ സെയിം കണ്ടീഷൻ ആൻഡ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ ഒക്യുപ്പൈസ് ഈക്വൽ, അല്ലേ? നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരുന്നു അവോഗാഡ്രോസ് ലോ ഒക്കെ 10th. അപ്പോൾ നമ്മൾ പറഞ്ഞൊരു കോൺസെപ്റ്റാണ്, അതായത് ഏത് ഗ്യാസ് ആയിക്കോട്ടെ അത് 1 mole ആണെങ്കിൽ ഇറ്റ് വിൽ ഒക്യുപ്പൈസ് എ വോളിയം ഓഫ് 22.4 ലിറ്റർ. അപ്പം ഇത് 1 mole ആയപ്പോൾ അത് 22.4, ഇത് 2 mole ആയതുകൊണ്ട് അതിൻ്റെ ഡബിൾ, അത്രയും വോളിയം ഒക്യുപ്പൈ ചെയ്യും. 44, 3 ആണെങ്കിൽ ത്രൈസ് ആയിരുന്നു, ഇവിടെ 1 molecule. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമുക്കൊരു കെമിക്കൽ ഇക്വേഷൻസിൽ നിന്ന് കിട്ടി. ഇത്രയും കിട്ടിക്കഴിഞ്ഞിട്ടാണ് നമ്മൾ സ്റ്റോഷിയോമെട്രിക് കാൽക്കുലേഷൻസിലേക്ക് പോകുന്നത്. സ്റ്റോഷിയോമെട്രിക് കാൽക്കുലേഷൻ എന്താണെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ വി ആർ ഗോയിങ് ടു ഡിറ്റർമിൻ എത്ര ഗ്രാം ഓഫ് പെർട്ടിക്കുലർ സബ്സ്റ്റൻസ് എത്ര ഗ്രാം ഓഫ് വേറൊരു സബ്സ്റ്റൻസുമായിട്ട് റിയാക്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഈ 2 സബ്സ്റ്റൻസ് കമ്പൈൻ ചെയ്യുമ്പോൾ എത്ര ഗ്രാം ഓഫ് പ്രൊഡക്റ്റ് കിട്ടുന്നു, അല്ലെങ്കിൽ എത്ര മോൾ ഓഫ് പ്രൊഡക്റ്റ് കിട്ടും. ഇതൊക്കെ നമുക്ക് ഇങ്ങനെ ഒരു ഇക്വേഷനിൽ കിട്ടും. അപ്പോൾ നമ്മളൊരു പ്രോബ്ലം ചെയ്ത് നോക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. എന്താണ് നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ? കാൽക്കുലേറ്റ് ദി എമൗണ്ട് ഓഫ്, ഞാൻ പറഞ്ഞല്ലോ സ്റ്റോഷിയോമെട്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എമൗണ്ടോ അല്ലെങ്കിൽ എത്ര എമൗണ്ട് ഓഫ് പെർട്ടിക്കുലർ റിയാക്റ്റൻ്റ് അല്ലെങ്കിൽ എത്ര എമൗണ്ട് ഓഫ് പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്ത് അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ റിയാക്റ്റൻ്റ് ഇത്ര ഗ്രാം തന്നുണ്ടാവും, അപ്പോൾ മറ്റ് അടുത്ത റിയാക്റ്റൻറ്റിന് എത്ര ഗ്രാം വേണം, അങ്ങനെയുള്ള കുറേ കാൽക്കുലേഷൻസാണ് ഈ സ്റ്റോഷിയോമെട്രിയിൽ വരിക. ഇത് വളരെ സിമ്പിളായിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. കാൽക്കുലേറ്റ് ദി എമൗണ്ട് ഓഫ് വാട്ടർ പ്രൊഡ്യൂസ്ഡ് ബൈ ദി കമ്പഷൻ ഓഫ് 16 gram ഓഫ് മീത്തേൻ. നമ്മളെന്താ ചോദിച്ചാൽ എത്ര എമൗണ്ട് ഓഫ് വാട്ടർ പ്രൊഡ്യൂസ് ചെയ്യും 16 gram ഓഫ് മീത്തേൻ കമ്പഷൻ നടന്നപ്പം. അപ്പം നമുക്ക് ആദ്യം എന്തറിയണം? നമുക്ക് ഫസ്റ്റ് അറിയേണ്ട കാര്യം എന്താണെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ എന്താണ്, നമുക്കാദ്യം മീത്തേൻ്റെ കമ്പഷൻ അറിയണം. അതാണ് നമ്മളെ സംബന്ധിച്ച് ഏറ്റവും വലിയൊരു പ്രശ്നം, അല്ലേ? കെമിക്കൽ റിയാക്ഷൻ. പക്ഷേ ഇതൊക്കെ വളരെ സിമ്പിളായിട്ടുള്ള റിയാക്ഷനാണ്. അപ്പം നമ്മൾ ആദ്യം എന്ത് എഴുതണം?
കമ്പസ്റ്റൻ ഓഫ് മീത്തേൻ. കമ്പസ്റ്റൻ ഓഫ് മീത്തേൻ എങ്ങനെയാണ്? കമ്പസ്റ്റൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവരും അറിയാം, ബേണിംഗ് ഇൻ ദ പ്രസൻസ് ഓഫ് ഓക്സിജൻ. മീത്തേൻ എല്ലാവർക്കും അറിയാം CH4 ആണ് അല്ലേ. CH4ന് ഓക്സിജനുമായിട്ട് കമ്പസ്റ്റൻ നടക്കുമ്പോൾ എന്തൊക്കെ പ്രൊഡക്ട്സാണ് ഉണ്ടാവുക? കാർബൺ ഡൈ ഓക്സൈഡും വാട്ടറുമാണ് ഉണ്ടാവുക. ഓർമ്മയുണ്ടല്ലോ. ഇപ്പോൾ CH4 + O2 gives CO2. ഇനി എന്താ ഞാൻ പറഞ്ഞ ഒരു സ്റ്റോഷിയോമെട്രി കാൽക്കുലേഷൻ ചെയ്യുമ്പോൾ ഫസ്റ്റ് വി ഹാവ് ടു ബാലൻസ് 1 കാർബൺ 1 കാർബൺ. 4 ഹൈഡ്രജൻ ഉണ്ട്, ഇവിടെ 2 ഹൈഡ്രജനേ ഉള്ളൂ. 2നെ 4 ആക്കാൻ വി ഹാവ് ടു മൾട്ടിപ്ലൈ ഇറ്റ് വിത്ത് 2. ഓക്കെ, ഇനി നോക്കുക, 2 ഓക്സിജൻ, ഇവിടെ 2 ഉണ്ട്. ഈ 2 ഇറ്റ്സ് കോമൺ ഫോർ ബോത്ത് ഹൈഡ്രജൻ ആൻഡ് ഓക്സിജൻ. സോ ഇവിടെ 4 ഉണ്ട്, ഇവിടെ 2ഉം ഇവിടെ 2ഉം, ദാറ്റ് ഇസ് ഓൾ ടുഗെദർ 4 ഓക്സിജൻ. സോ വി ഹാവ് ടു മൾട്ടിപ്ലൈ ഇറ്റ് വിത്ത് 2. ഓക്കെ ആണല്ലോ. ഇനി നമുക്കറിയാം ഇവിടെ എന്താണ് 1 മോൾ ആണ് അല്ലേ. 1 മോൾ ഓഫ് CH4 ഗീവ്സ്, നമ്മളോട് ചോദിച്ചത് എന്താ ക്വസ്റ്റ്യൻ, ഹൗ മെനി ഗ്രാംസ് ഓഫ്, കാൽക്കുലേറ്റ് ദി എമൗണ്ട് ഓഫ് വാട്ടർ ഇൻ ഗ്രാംസ് ആണ്. എപ്പം 16 ഗ്രാം ഓഫ് മീത്തേൻ. 16 ഗ്രാം ഓഫ് മീത്തേൻ റിയാക്ട് ചെയ്തപ്പം എത്ര ഗ്രാം ഓഫ് വാട്ടർ പ്രൊഡ്യൂസ് ചെയ്ത്, വാട്ടർ ഇൻ ഗ്രാംസ് ആണ് നമുക്ക് വേണ്ടത് അല്ലേ. അപ്പോൾ എനിക്കറിയാം 1 മോൾ ഓഫ്, ഇപ്പോൾ ബാക്കിയുള്ള ആൾക്കാരെ നോക്കണ്ട, 1 മോൾ ഓഫ് CH4 2 മോൾ ഓഫ് വാട്ടർ പ്രൊഡ്യൂസ് ചെയ്ത്, ഉറപ്പാണല്ലോ 1 മോൾ ഓഫ്. അപ്പോൾ ഇനി ഞാൻ CH4 എത്രയാണ് ഗ്രാം എന്ന് നോക്കാം. CH4ൻ്റെ മോളാർ മാസ് കാണാൻ നിങ്ങൾക്കറിയാമല്ലോ എങ്ങനെയാണ്. കാർബൺ എന്ന് പറയുന്നത് 12ഉം ഹൈഡ്രജൻ എന്ന് പറയുന്നത് 1.4 ആണ്, അപ്പോൾ 16. അപ്പം നമുക്കറിയാം 16 ഗ്രാം ഓഫ് CH4 എത്ര ഗ്രാം ഓഫ് വാട്ടർ പ്രൊഡ്യൂസ് ചെയ്തു എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ അല്ലേ. നമുക്കറിയാം 1 മോൾ CH4 2 മോൾസ് ഓഫ് വാട്ടർ പ്രൊഡ്യൂസ് ചെയ്തു. 1 മോൾ എന്ന് പറയുന്നത് 2 മോൾ ഓഫ് വാട്ടറാണ്. 2 മോൾ വാട്ടർ എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് കണ്ടുപിടിക്കുക? 2 മോൾ ഓഫ് വാട്ടർ നമുക്കറിയാം, 1 മോൾ ഓഫ് വാട്ടർ, മോളാർ മാസ് ഓഫ് വാട്ടർ എങ്ങനെയാണ് കണ്ടുപിടിക്കുക? 2 × 1 + 16 അല്ലേ. 1 എന്ന് പറഞ്ഞാൽ ഹൈഡ്രജൻ്റെ മോളാർ മാസാണ്, ദാറ്റ് ഈസ് 18 ആണ്, 18 ഗ്രാം ആണ്. അത് 1 മോൾ വാട്ടർ എന്ന് പറയുന്നത് 18 ഗ്രാം. അപ്പോൾ 2 മോൾ ഓഫ് വാട്ടർ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 18 × 2 ദാറ്റ് ഈസ് ഈക്വൽ ടു 36 ഗ്രാം അല്ലേ. അപ്പോൾ 1 മോൾ CH4 2 മോൾ വാട്ടർ പ്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അല്ലേ, അപ്പം 16 ഗ്രാം CH4 2 മോൾ വാട്ടർ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 36 ഗ്രാം വാട്ടർ പ്രൊഡ്യൂസ് ചെയ്യും. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. അതായത് നിങ്ങളോട് പറഞ്ഞ് 16 ഗ്രാം ഓഫ് CH4 എത്ര വെള്ളം പ്രൊഡ്യൂസ് ചെയ്യും. അപ്പോൾ നമുക്കറിയാം 1 മോൾ CH4 2 മോൾ വാട്ടർ പ്രൊഡ്യൂസ് ചെയ്യും. 1 മോൾ CH4 എന്ന് പറഞ്ഞാൽ 16 ഗ്രാം ആണ്. അപ്പം 2 മോൾ വാട്ടർ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 1 മോൾ ഓഫ് വാട്ടറിൻ്റെ മോളാർ മാസ് നിങ്ങൾ കണ്ടുപിടിക്കുക, നിങ്ങൾക്കറിയാം, അതായത് 18 ഗ്രാം. അപ്പോൾ 2 മോൾ വാട്ടർ എന്ന് പറഞ്ഞാൽ 36 ഗ്രാം ആണ്. അപ്പോൾ 16 ഗ്രാം ഓഫ് CH4 വിൽ പ്രൊഡ്യൂസ് 36 ഗ്രാം ഓഫ് വാട്ടർ. സിമ്പിൾ ക്വസ്റ്റ്യൻ. So the next one, how many, ഇനി മോൾസിൻ്റെയാണ് ക്വസ്റ്റ്യൻ. ഞാൻ പറഞ്ഞില്ലേ ഒരു ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷന് പല ക്വസ്റ്റ്യൻസ് ചോദിക്കാം. ഹൗ മെനി മോൾസ് ഓഫ് മീത്തേൻ ആർ റിക്വയർഡ് ടു പ്രൊഡ്യൂസ് 22 ഗ്രാം. ഇവിടെ മോളും ഗ്രാമും ആണ് തന്നത്. അതായത് ഹൗ മെനി മോൾസ് ഓഫ് മീത്തേൻ ആർ ടു പ്രൊഡ്യൂസ് 22 ഗ്രാം ഓഫ് കാർബൺ ഡയോക്സൈഡ് ആഫ്റ്റർ കമ്പഷൻ. അപ്പം മീത്തേൻ്റെ തന്നെ വീണ്ടും കമ്പഷൻ ആണ്. ഇവിടെ ക്വസ്റ്റ്യൻ ഡിഫറെൻ്റ് ആണ്. എത്ര മോള് മീത്തേന് വേണം 22 ഗ്രാം ഓഫ് കാർബൺ ഡയോക്സൈഡ് പ്രൊഡ്യൂസ് ചെയ്യാൻ? അപ്പോൾ നമ്മൾ വീണ്ടും എന്തെഴുതും? സെക്കൻഡ് ക്വസ്റ്റ്യൻ വീണ്ടും നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ വി ആർ ഗോയിങ് ടു ക്വസ്റ്റ്യൻ ഒന്നുകൂടെ നോക്കാം. ഹൗ മെനി മോൾസ് ഓഫ്, എത്ര മോൾസ് ഓഫ് മീത്തേൻ വേണം 22 ഗ്രാം ഓഫ്. അപ്പോൾ നമ്മൾ ആദ്യം മീത്തേൻ്റെ കമ്പഷൻ ചെയ്ത്, ഇപ്പം ഞാൻ വീണ്ടും ബാലൻസ് കാണിക്കൂല, നിങ്ങൾക്കറിയാം ബാലൻസ് ചെയ്യേണ്ടത് CO2 + 2H2O ആണ്. ഇനി നമ്മളോട് പറഞ്ഞു 22 ഗ്രാം ഓഫ് കാർബൺ ഡയോക്സൈഡ് എത്ര മോൾസ് ഓഫ് CH4 ആണ് പ്രൊഡ്യൂസ് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ ഇനി നമ്മൾ ഓരോന്നിൻ്റെയും മോളാർ മാസ്, ആദ്യം നമുക്ക് ഓരോരുത്തരുടെയും മോളാർ മാസ് നോക്കാം. അപ്പോൾ ഇവിടുന്ന് നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം തന്നെ, 1 മോൾ CH4, ക്വസ്റ്റ്യൻ നോക്കുക, 1 മോൾ CH4 1 മോൾ കാർബൺ ഡയോക്സൈഡ് പ്രൊഡ്യൂസ് ചെയ്യും അല്ലേ. 1 മോൾ CH4 1 മോൾ കാർബൺ ഡയോക്സൈഡ് പ്രൊഡ്യൂസ് ചെയ്യും. 1 മോൾ CH4 എന്ന് പറഞ്ഞാൽ എത്ര ഗ്രാമാണ്? മോളാർ മാസ് കാണണം. അതായത് 12 + 4 × 1 ദാറ്റ് ഈസ് ഈക്വൽ ടു 16. അപ്പോൾ 16 ഗ്രാം ഓഫ് CH4
എത്ര കാർബൺ ഡൈ ഓക്സൈഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നു നോക്കാം. കാർബൺ ഡൈ ഓക്സൈഡിന് മോളാർ മാസ് എന്ന് പറയുന്നത് 16 + 16 ദാറ്റ് ഈസ് 32 + 12 ദാറ്റ് ഈസ് ഈക്വൽ ടു 44 gram ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് പ്രൊഡ്യൂസ് ചെയ്യും. അതായത് 16 gram 44 പ്രൊഡ്യൂസ് ചെയ്യും. നിങ്ങളോട് ചോദിച്ച് 22 gram എത്ര പ്രൊഡ്യൂസ് ചെയ്യാം. അതായത് 44 gram 16 പ്രൊഡ്യൂസ് ചെയ്യുകയാണെങ്കിൽ 22 gram എത്ര പ്രൊഡ്യൂസ് ചെയ്യും? 22 gram ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ്. ഇതിൻ്റെ പകുതി എത്രയാണ്? 8 gram CH4 അല്ലേ? എത്രയാണ്? 8 gram CH4 പ്രൊഡ്യൂസ് ചെയ്യും. അല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? അതായത് ഒരു മോളിൻ്റെ പകുതി അല്ലേ? ദാറ്റ് ഈസ് 0.5 mole ഓഫ് CH4 ഇസ് റിക്വയർഡ് ടു പ്രൊഡ്യൂസ് 44 gram കാർബൺ ഡൈ ഓക്സൈഡ്. ഒരു മോൾ CH4 16 അതിൻ്റെ പകുതി എന്ന് പറഞ്ഞാൽ 8 gram. അപ്പം 8 എന്ന് പറയുന്നത് ഹാഫ് മോളാണ്. ഒരു മോൾ 16 ആണെങ്കിൽ ഹാഫ് മോൾ എത്രയാണ്? 8 gram ആണ്. സോ 22 gram ഓഫ് 44 gram ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് പ്രൊഡ്യൂസ്. 16 gram നമ്മളോട് ചോദിച്ചത് ഇതിൻ്റെ പകുതിയാണ്. അപ്പോൾ നമ്മൾ എങ്ങനെ ചെയ്യും? 65 അല്ല, നമുക്കിങ്ങനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താലും മതി. ഇപ്പം ഇതിപ്പോൾ ഒന്നുകൂടെ ഞാൻ കാണിച്ചേ. 16 gram ഓഫ് CH4 വിൽ പ്രൊഡ്യൂസ് 44 gram ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ്. Then dash gram of CH4 will be produced for 22 gram of carbon dioxide. അപ്പോൾ നമ്മൾ എങ്ങനെ ചെയ്യും? ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യും. 16 × 22 equal to 44 × x or 16 × 22 divided by 44. That is equal to 8 gram. കണ്ടോ? ഇങ്ങനെയും ചെയ്യാം. ഇങ്ങനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് വി വിൽ ബി ഗെറ്റിംഗ് 8 gram. 8 gram എന്ന് പറയുന്നത് 0.5 മോൾ. 1 മോൾ 16 gram ആണെങ്കിൽ 8 gram എന്ന് പറയുന്നത് 0.5 മോളാണ്. കാര്യം മനസ്സിലാവുന്നുണ്ടല്ലോ? അപ്പം 0.5 മോൾ ഇസ് റിക്വയർഡ് ടു പ്രൊഡ്യൂസ് എത്ര? 0.5 മോൾ ഇസ് പ്രൊഡ്യൂസ് ടു റിക്വയർ 22 gram ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ്. മനസ്സിലാവുന്നുണ്ട് വിചാരിക്കണു. ഇപ്പം നെക്സ്റ്റ് കോൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ ലിമിറ്റിംഗ് റിയേജൻ്റ് ആട്ടോ. ആ പേരിൽ തന്നെ കാണാം ഏതോ ഒരു റിയേജൻ്റ് ലിമിറ്റഡ് ആയി പോവുകയാണെന്ന്. അതായത് നമ്മളിപ്പോൾ ഒരു റിയാക്ഷൻ ക്യാരി ഔട്ട് ചെയ്യുകയാണെ. A + B gives C എന്ന് പറഞ്ഞിട്ടൊരു റിയാക്ഷൻ നടക്കുകയാണ്. അപ്പം ഈ ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷനിൽ അപ്പം നമ്മൾ ഇതോടൊരു ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻ ഇത് നിങ്ങൾ നോക്കേണ്ട ജസ്റ്റ് ഒരു എക്സാമ്പിളായിട്ട് പറയുകയാണ്. അപ്പം ഞാൻ ചിലപ്പം ഒരു 10 gram ഓഫ് എയും ഒരു 20 gram ഓഫ് ബിയും എടുത്തിട്ടുണ്ടാവും കേട്ടോ. റിയാക്ഷനിൽ ഞാൻ അങ്ങനെ ഒരു ആക്ച്വലായിട്ടൊന്നും ശ്രദ്ധിക്കാതെ അങ്ങനെ എടുത്തിട്ടുണ്ടാവും. കുറച്ച് കഴിഞ്ഞാൽ എനിക്ക് കാണാം ഇത് റിയാക്ഷൻ സ്റ്റോപ്പ് ചെയ്ത് പോയിട്ടുണ്ടാവും. എന്താ വെച്ചാൽ കുറച്ച് കഴിഞ്ഞപ്പം റിയാക്ഷൻ എന്തോ കാരണങ്ങൾ കൊണ്ട് ഒരു പെർട്ടിക്കുലർ സ്റ്റേജ് എത്തിയപ്പോൾ റിയാക്ഷൻ പ്രൊസീഡ് ചെയ്യുന്നില്ല. വാട്ട് മേ ബി ദ റീസൺ? അതായത് നമ്മൾ എപ്പോഴും ഒരു റിയാക്ഷൻ ക്യാരി ഔട്ട് ചെയ്യാൻ വേണ്ടി സബ്സ്റ്റൻസ് എടുക്കുമ്പം എപ്പോഴും ആക്ച്വൽ എമൗണ്ട് ആവണമെന്നൊന്നുമില്ല. ചിലപ്പോൾ അങ്ങോട്ടോ ഇങ്ങോട്ടൊക്കെ വ്യത്യാസം വന്നേക്കാം. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ലാബിൽ കയറുമ്പം കറക്റ്റായിട്ടുള്ള എമൗണ്ടൊക്കെ വെയ് ചെയ്തെടുക്കാനൊക്കെ ടീച്ചേഴ്സ് പറയുന്നത്. ബട്ട് ഞാൻ പറയുകയാണ്, അപ്പോൾ നമ്മൾ എപ്പോഴും റിയാക്ഷൻസ് ക്യാരി ഔട്ട് ചെയ്യുമ്പം ചില സമയത്ത് വി ആർ നോട്ട് ടേക്കിംഗ് ആക്ച്വൽ എമൗണ്ട്. നമ്മൾ ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷനിലുള്ള പോലെ ആക്ച്വൽ എമൗണ്ടിലൊന്നും എടുക്കാതെ കുറച്ച് എ എടുത്തു കുറച്ച് ബി എടുത്തു റിയാക്ഷൻ നടത്തി. ബട്ട് ആഫ്റ്റർ സം ടൈം വി ക്യാൻ സീ ദ റിയാക്ഷൻ സ്റ്റോപ്സ്. റിയാക്ഷൻ നിന്ന് പോകും. എന്തുകൊണ്ടായിരിക്കും? അതായത് ആസ് ദ റിയാക്ഷൻ പ്രൊസീഡ് വൺ റിയാക്റ്റൻറ്റ് ഗെറ്റ് കൺസ്യൂംഡ് കംപ്ലീറ്റ്ലി. ഒരു റിയാക്റ്റൻറ്റ് കൺസ്യൂം ചെയ്ത് പോകും, കംപ്ലീറ്റ്ലി കൺസ്യൂം ചെയ്ത് പോകും. പക്ഷെ മറ്റേ റിയാക്റ്റൻറ്റ്, അതായത് ഇതിലിപ്പോൾ ഈ റിയാക്റ്റൻറ്റ് കംപ്ലീറ്റ്ലി കൺസ്യൂം ചെയ്ത് പോയി, ഈ റിയാക്റ്റൻറ്റ് എക്സസ് ആയിട്ടുണ്ടാവും. പക്ഷേ ഇത് എക്സസ് ആയിട്ട് കാര്യമില്ല, ഇതിന് റിയാക്ട് ചെയ്യാനുള്ള ആൾ ഇവിടെ തീർന്നു പോയി. മനസ്സിലാവുന്നുണ്ടോ? അതായത് രണ്ട് കെമിക്കൽ റിയാക്ഷൻ നടക്കുമ്പോൾ, ഒരു കെമിക്കൽ റിയാക്ഷൻ നടക്കുമ്പോൾ എയും ഉണ്ടാവും ബിയും ഉണ്ടാവും. അപ്പോൾ ഞാൻ എടുക്കുന്ന, അതായത് ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻ വിചാരിച്ച പോലെ ഒന്നും ഞാൻ എടുത്തില്ല. ഐ ജസ്റ്റ് ടുക്ക് ഒരു കണക്കിൽ അങ്ങ് എടുത്തു. ബട്ട് ആഫ്റ്റർ സം ടൈം ഐ ക്യാൻ സീ ദ റിയാക്ഷൻ സ്റ്റോപ്സ്. എന്തുകൊണ്ടായിരിക്കും? വൺ റിയാക്റ്റൻറ്റ് ഗെറ്റ് കൺസ്യൂംഡ്, അത് കുറച്ച് തീർന്നു പോയിട്ടുണ്ടാവും. സോ വാട്ട് എവർ ബി ദി എക്സസ് ഓഫ് ദി അതർ റിയാക്റ്റൻ എത്ര എക്സസ് ആയിട്ടും കാര്യമില്ല, റിയാക്ഷൻ അവിടെ സ്റ്റോപ്പ് ചെയ്യും. സോ ദ റിയാക്റ്റൻറ്റ് വിച്ച് ഇസ് കൺസ്യൂംഡ് ഡ്യൂറിങ് എ കെമിക്കൽ റിയാക്ഷൻ ലിമിറ്റ്സ് ദാറ്റ് റിയാക്ഷൻ. ആ റിയാക്റ്റൻറ്റ് എന്ത് ചെയ്യും? റിയാക്ഷനെ ലിമിറ്റ് ചെയ്യും. ആ റിയേജൻറ്റിനെ നമ്മൾ പറയും ലിമിറ്റിംഗ് റിയേജൻറ്റ് എന്ന് പറയും. കാര്യം മനസ്സിലാവുന്നുണ്ടല്ലോ? അതായത് ഒരു റിയാക്ഷൻ ക്യാരി ഔട്ട് ചെയ്യുമ്പം വൺ റിയാക്റ്റൻറ്റ് ഗെറ്റ് കൺസ്യൂംഡ് ഓവർ ദാറ്റ് ഡ്യൂറിങ് ദാറ്റ് റിയാക്ഷൻ ആൻഡ് ദാറ്റ് റിയാക്റ്റൻറ്റ്
എന്ത് പറ്റും? ദാറ്റ് റിയാക്റ്റൻറ്റ് ലിമിറ്റ്സ് ദാറ്റ് റിയാക്ഷൻ ആൻഡ് ദാറ്റ് റിയാക്റ്റിംഗ് ഏജൻറ്റ് ഓർ ദാറ്റ് റിയാക്റ്റൻറ്റ് ഇസ് നോൺ ആസ് ദി ലിമിറ്റിംഗ് റിയേജൻറ്റ്. ആ ഒരു റിയേജൻറ്റിനെ നമ്മൾ എന്ത് പറയും? ലിമിറ്റിംഗ് റിയേജൻറ്റ് എന്ന് പറയും. നമുക്ക് ഇനി ഇപ്പോൾ ചെയ്യേണ്ടത് എന്താ വെച്ചാൽ നമ്മൾ ചില റിയാക്ഷൻസ് നിങ്ങൾക്ക് തരും. അപ്പോൾ അതിൽ ചില റിയേജൻസ് ലിമിറ്റിംഗ് റിയേജൻസ് ആയിട്ട് ആക്ട് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ അതാരാണ്, അതെങ്ങനെയാണ് കണ്ടുപിടിക്കാനൊക്കെ നമുക്ക് പ്രോബ്ലമായിട്ട് ചെയ്യാനുണ്ടാവും. സോ വിൽ ഗോ വിത്ത് ഹൗ ടു ഫൈൻഡ് ഔട്ട് എ ലിമിറ്റിംഗ് റിയേജൻറ്റ് ഇൻ എ കെമിക്കൽ റിയാക്ഷൻ. ഇതൊക്കെ എന്താണ് പ്രോബ്ലമായിട്ട് ചെയ്യേണ്ടതാണ്, വെരി വെരി ഇമ്പോർട്ടൻറ്റുമാണ്. അപ്പോൾ നമുക്ക് നോക്കാം 1-2 പ്രോബ്ലംസ്. അപ്പോൾ ഞാൻ ഈ പ്രോബ്ലംസ് ബോർഡിൽ എഴുതി കാണിക്കാത്ത എന്താ വെച്ചാൽ ഇറ്റ് വിൽ ബി മോർ ഈസി. നിങ്ങൾ കുറച്ചുകൂടെ എനിക്ക് തോന്നുന്നു എളുപ്പം ഞാനിങ്ങനെ ഇരുന്ന് പറഞ്ഞു തരുമ്പം അല്ലേ, എപ്പോഴും നമുക്ക് അങ്ങനെ നമുക്ക് മാത്തൊക്കെ കൂടെ ഇരുന്ന് പറഞ്ഞു തരുമ്പോൾ കുറച്ചുകൂടെ ഈസി ആവും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ പ്രോബ്ലംസ് ഒക്കെ ഇനി മുതൽ ബുക്സിൽ ചെയ്ത് കളഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടെ എക്സ്പ്ലെയിൻ ചെയ്യാനും എളുപ്പമായിരിക്കും. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഡൗട്ട്സൊക്കെ നിങ്ങൾ ചോദിക്കുക കോമൻസിൽ. അപ്പോൾ മാത്രമേ ഉള്ളൂ എനിക്കത് ക്ലാരിഫൈ ചെയ്ത് ഞാനൊരു ഡൗട്ട് ക്ലിയറിംഗ് വീഡിയോ ചെയ്യും. ഇനി നമുക്കൊരു കുഞ്ഞു ടോപ്പിക്കും കൂടി എടുക്കാനുള്ളൂ നെക്സ്റ്റ് ക്ലാസ്സിൽ. ഓക്കെ, അപ്പോൾ എന്നും പറയുന്ന പോലെ തന്നെ എല്ലാവരും നന്നായി പഠിക്കാൻ, മനസ്സിലാത്ത കാര്യമൊക്കെ കമൻസിലിട്ടോളൂ. ഓക്കെ, താങ്ക് യു. ആണ് നമ്മുടെ ക്വസ്റ്റ്യൻ. എന്താണ്? 50 kilogram of N2 and 10 kilogram of hydrogen are mixed to produce NH3. NH3 എന്ന് പറഞ്ഞാൽ അമോണിയ. Calculate NH3 form. Identify the limiting reagent in the production of ammonia in this situation. നിങ്ങൾ ഈ ക്വസ്റ്റ്യൻ എടുത്ത് ടെക്സ്റ്റ് അങ്ങ് നോക്കിയാണ്ടല്ലോ ഒരു സാധനം മനസ്സിലാവാത്ത പോലത്തെ ഒരു ഫീലിംഗ് നമുക്ക് കിട്ടും. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറയുന്ന പോലെ ശ്രദ്ധിച്ച് നിങ്ങൾ എന്നെ പറ്റുമെങ്കിൽ എൻ്റെ കൂടെ അല്ലെങ്കിൽ ഇത് കഴിഞ്ഞിട്ടൊന്ന് നോട്ട് എഴുതി വെക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് കുറച്ചുകൂടെ ഈസി ആവും. കാരണം നമുക്ക് അറിയണ സ്റ്റെപ്പ് ഇവർ കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയി തരുമ്പോൾ നമുക്കത് കുറച്ച് കൺഫ്യൂസ്ഡ് ആയി പോലെ തോന്നും. ചിലവർക്ക് ഈസി ആവും. സോ ഐ വിൽ എക്സ്പ്ലെയിൻ. അപ്പോൾ എന്താ അതിൽ ക്വസ്റ്റ്യൻ? നമ്മൾ എന്താ ചെയ്യണം പോകുന്നത്? നമ്മൾ ലിമിറ്റിംഗ് റിയേജൻറ്റിനെ കുറിച്ചിട്ടാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലേ. അപ്പോൾ എന്താണ്? 50 kilogram N2 നമ്മുടെ കയ്യിലുണ്ട്, 10 kilogram ഹൈഡ്രജനും ഉണ്ട്. എന്നിട്ട് നമുക്ക് അമോണിയ കിട്ടി. എന്നിട്ട് നമ്മളോട് പറയുക കാൽക്കുലേറ്റ് എത്ര അമോണിയ ഫോം ചെയ്തിട്ടുണ്ട്. ആരെയാണെങ്കിലും ഇതിൽ ലിമിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അവരാരാണ് ലിമിറ്റിംഗ് റിയേജൻറ്റ് ആൻഡ് ഐഡൻറ്റിഫൈ ദി ലിമിറ്റിംഗ് റിയേജൻറ്റ് ഇൻ ദ പ്രൊഡക്ഷൻ ഓഫ് അമോണിയ. ഇതിൽ ലിമിറ്റിംഗ് റിയേജൻറ്റ് ഉണ്ട് ആരൊരാൾ, അത് ആരാ നമ്മൾ കണ്ടുപിടിക്കണം. അപ്പോൾ നമ്മൾ ആദ്യം എന്താ ചെയ്യുക വെച്ചാൽ ഫസ്റ്റ് വി വിൽ റൈറ്റ് ദി ബാലൻസ്ഡ് ഇക്വേഷൻ. നമ്മൾ ഇതിൻ്റെ ബാലൻസ്ഡ് ഇക്വേഷൻ, അപ്പം നിങ്ങൾക്ക് ആദ്യം അമോണിയ ഉണ്ടാക്കുന്ന ഇക്വേഷൻ അറിഞ്ഞിരിക്കണം അല്ലേ. എങ്ങനെയാണ് അമോണിയ ഉണ്ടാക്കുന്നത് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. N2 അല്ലേ, നൈട്രജനും ഹൈഡ്രജനും ചേർന്നിട്ടാണ് അമോണിയ ഉണ്ടാകുന്നത്. അമോണിയ എന്ന് പറഞ്ഞാൽ എന്താ? NH3. ഇനിയിപ്പോൾ ഇതെന്താ? നമുക്ക് ബാലൻസ് ചെയ്യണം. എത്ര നൈട്രജൻ ഉണ്ട്? ഇവിടെ 2 നൈട്രജൻ ഉണ്ട്, ഇവിടെ 1 നൈട്രജൻ. സോ വി ഹാവ് ടു ഗിവ് ഹിയർ 2. ഓക്കെ, കൊടുത്തോ. ഇനി ഇവിടെ നോക്ക് 6 ഹൈഡ്രജൻ ഉണ്ട്, ബട്ട് ഇവിടെ 2 ഉള്ളൂ. സോ വി വിൽ ഗിവ് ഹിയർ 3. അപ്പോൾ N2 + 3H2 ഗിവ്സ് NH3. ഇത്രയും കാര്യങ്ങൾ കിട്ടി. ദിസ് ഇസ് ദ, അപ്പോൾ നിങ്ങൾ എഴുതുക ബാലൻസ്ഡ്. ഫസ്റ്റ് സ്റ്റെപ്പ് എഴുതിക്കോളൂ, ബാലൻസ്ഡ് ഇക്വേഷൻ for the formation of ammonia. ഇതാണ് നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ്, for the formation of ammonia എന്ന് എഴുതിയേ. ഓക്കെ, ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താ? നമുക്ക് മോൾസ്, ഓരോന്നിൻ്റെയും മോൾസ് അറിയാം. ഇവിടെ അറിയാം 1 mole ഓഫ്, ഇത് നിങ്ങൾ നിങ്ങളുടെ ടെക്സ്റ്റിൽ കാണില്ല, നിങ്ങൾക്ക് മനസ്സിലാവും. 1 mole ഓഫ് അമോണിയ റിയാക്ട് വിത്ത് 1 mole ഓഫ് നൈട്രജൻ റിയാക്ട് വിത്ത് 3 moles ഓഫ് ഹൈഡ്രജൻ അല്ലേ, 3 mole ഓഫ് ഹൈഡ്രജൻ ടു പ്രൊഡ്യൂസ് 2 moles ഓഫ് അമോണിയ. ഇതാദ്യം നമ്മൾ ആ ക്വസ്റ്റ്യൻ നമുക്ക് മനസ്സിലാക്കി വെക്കാം. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മൾ ഓരോന്നിൻ്റെയും മോൾസ് കാണാം. കാരണം നമുക്കിവിടെ ഗ്രാമിലാണ് തന്നത്. എന്തൊക്കെയാണ് ഇവിടെ തന്നിരിക്കുന്നത്? എപ്പോഴും തന്നത് നമ്മൾ ഇങ്ങനെ റൈറ്റ് സൈഡിൽ തന്നിരിക്കുന്നത് കാര്യങ്ങളൊക്കെ റൈറ്റ് സൈഡിൽ ഇറ്റ് വിൽ ബി മോർ ഈസി. തന്നിട്ടുണ്ട് 50 kilogram ഓഫ് N2. എത്രയാണ്? 50 kilogram ആണ് നൈട്രജൻ. പിന്നെ ഹൈഡ്രജൻ 10 kilogram നമുക്ക് തന്നിട്ടുണ്ട്. നമുക്കറിയാം നമ്മളെപ്പോഴും ഗ്രാമിലാണ് ഇവരൊക്കെ എക്സ്പ്രസ് ചെയ്യുക. ഇറ്റ് ഈസ് നോട്ട് ഏബിൾ ടു, നമ്മളെപ്പോഴും ഗിവൺ മാസ് ഇൻ ഗ്രാം ഡിവൈഡഡ് ബൈ മോളാർ മാസ് ആണ് നമ്മുടെ മോളിൻ്റെ ഇക്വേഷൻ. അപ്പോൾ ഞാൻ ആദ്യം ഈ കിലോഗ്രാമിനെ ഗ്രാമിലേക്ക് കൺവേർട്ട് ചെയ്യാം. അപ്പോൾ അതെങ്ങനെയാണ്? എനിക്കറിയാം 1 kilogram ഇസ് ഈക്വൽ ടു, ഇത് ഞാൻ ഇങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത് മനസ്സിലാവാത്ത ആൾക്കാർക്ക് വേണ്ടി 1000 gram. അപ്പം 1 kilogram 1000 gram ആണ്. അപ്പോൾ 50 kilogram എന്ന് പറഞ്ഞാൽ എത്രയാ? 50 kilogram എന്ന് പറഞ്ഞാൽ എത്ര ഗ്രാമാണ്? 50 × 1000 അല്ലേ, 50 × 1000.
അപ്പം 4 zeros 1 2 3 4 അല്ലേ, 3 zeros അതിൻ്റെയും പിന്നെ 15ൻ്റെ കൂടെയുള്ള സീറോസ് ഓൾ ടുഗെദർ ഫുൾ. അപ്പോൾ H2 എങ്ങനെയാവും? H2 വിൽ ബി 10 കിലോഗ്രാം. അപ്പോൾ ഇതിവിടെ നമുക്ക് എഴുതിക്കുക 51 2 3. ഓക്കെ, 10 കിലോഗ്രാം എങ്ങനെ മാറും? അതായത് 1 കിലോഗ്രാം 1000 ആണ്, 10 കിലോഗ്രാം എന്തോ 10,000 ആവും, 10,000 ഗ്രാം. ഇതവിടെ കിട്ടി വെച്ചു. ഇനി നമ്മൾ എന്താ ചെയ്യാൻ പറ്റും? നമ്മൾ ഇക്വേഷൻ പ്രകാരം ഇതിൽ, അതായത് ഈ 5000 ഗ്രാമിൽ എത്ര മോൾസ് ഉണ്ട് എന്ന് കണ്ടുപിടിക്കുക കേട്ടോ. അപ്പോൾ നമ്പർ ഓഫ് മോൾസ് ഓഫ് N2, നമ്പർ ഓഫ് മോൾസ് ഓഫ് N2, ഇതാണ് ശരിക്കൊരു ജനറൽ ഇക്വേഷൻ്റെ നമ്മൾ മോൾസ് അവിടെ കണ്ടുവെച്ചെന്നുള്ളത്. അപ്പം നമുക്കിപ്പോൾ തന്നിരിക്കുന്നത് വെയിറ്റിനനുസരിച്ച് നമ്മൾ മോള് കാണണം. നമ്പർ ഓഫ് മോൾസ് ഓഫ് N2 ഇസ് ഈക്വൽ ടു, മോളിൻ്റെ ഇക്വേഷൻ പണ്ട് പഠിച്ചത് ഓർമ്മയുണ്ടോ? ഇവിടെ കാണിച്ചു തരാം കേട്ടോ, അവിടെ എഴുതിയ മോൾ ഇസ് ഈക്വൽ ടു ഗിവൺ മാസ് ഡിവൈഡഡ് ബൈ മോളാർ മാസ്. നമുക്ക് തന്നിരിക്കുന്ന മാസ് ഡിവൈഡഡ് ബൈ മോളാർ മാസ് ആണ് മോളിൻ്റെ ഇക്വേഷൻ. അപ്പം നമുക്ക് ഇവിടെ എത്ര ഗിവൺ മാസ്? 50,000 ഗ്രാം. 50,000 ഗ്രാം ഡിവൈഡഡ് ബൈ മോളാർ മാസ്. അപ്പം നമ്മൾ N2 എന്ന് പറഞ്ഞ മോളിക്യൂളിൻ്റെ മോളാർ മാസ് അറിയണം. എത്രയാണ് N2ൻ്റെ മോളാർ മാസ്? ഒരു നൈട്രജൻ്റെ മോളാർ മാസ് എന്ന് പറയുന്നത് 14 ആണ്. അപ്പോൾ 2 നൈട്രജൻ ഇറ്റ് ഇസ് 28 ഗ്രാം. ഓക്കെ, അതവിടെ കണ്ടുവെച്ചോളൂ. ഇനി നമ്മൾ അടുത്ത് കാണുന്നത് നമ്പർ ഓഫ് മോൾസ് ഓഫ് ഹൈഡ്രജൻ. ഇത് കിട്ടുന്നത്, ഞാനിവിടെ കാൽക്കുലേറ്ററാണ് യൂസ് ചെയ്തത്, നിങ്ങൾ അങ്ങനെ യൂസ് ചെയ്യേണ്ട. ദ നമ്പർ ഓഫ് മോൾസ് ഓഫ് N2 ഇസ് അപ്രോക്സിമേറ്റ്ലി ഫൗണ്ട് ടു ബി 17.86 ഇൻറ്റു 10⁻²2 മോൾ. അപ്പോൾ എനിക്ക് മോള് കിട്ടിയേ. ഈ മോൾസ് ഓഫ് ഹൈഡ്രജൻ എങ്ങനെയൊക്കെയാണ്? ഹൈഡ്രജൻ്റെ മാസ് എൻ്റെ കയ്യിലുണ്ട് 10,000. 10,000 ഡിവൈഡഡ് ബൈ മോളാർ മാസ്. അതായത് നമുക്കറിയാം ഹൈഡ്രജൻ എന്ന് പറഞ്ഞാൽ 1.08 ആണ്. ഹൈഡ്രജൻ മോളിക്യൂൾ ഉണ്ട്. നമ്മൾക്ക് നമ്പർ ഓഫ് മോൾസ് ഓഫ് ഹൈഡ്രജൻ മോളിക്യൂൾ, നമ്പർ ഓഫ് മോൾസ് ഓഫ് നൈട്രജൻ മോളിക്യൂളാണ് കണ്ടത്. അപ്പോൾ എത്രയാണ്? ഹൈഡ്രജൻ 1.008 ആണ്. സോ ഇറ്റ് ഇസ് 2.016 ആണ് ഇവരെ മോളാർ മാസ്. സോ വാട്ട് വിൽ ബി ദി ആൻസർ? നമ്പർ ഓഫ് മോൾസ് എന്ന് പറയുന്നത് 4.96 ഇൻറ്റു 10⁻³ മോളാണ് കേട്ടോ. 10⁻³ മോൾ. ഇനി അപ്പോൾ ഇത് നമുക്ക് കിട്ടിയ നമ്പർ ഓഫ് മോൾസ്. ഞാൻ ഇങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത് ചിലവർക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ കണ്ടാൽ മനസ്സിലാവും. അപ്പോൾ നമ്മൾ ആദ്യം മോള് കണ്ടുപിടിച്ചു. ഇനിയാണ് നമ്മൾ ഈ ഒരു ഇക്വേഷൻ്റെ കാര്യം പറയുന്നത്. 1 മോൾ നൈട്രജന് 3 മോൾ ഹൈഡ്രജൻ വേണം. 1 മോൾ നൈട്രജന് 3 മോൾ ഹൈഡ്രജൻ. ദാറ്റ് ഈസ് 1 മോൾ നൈട്രജൻ മോളിക്യൂൾ റിക്വയേഴ്സ്, hydrogen molecule requires 3 mole hydrogen molecule. അല്ലേ, ഒരു മോള് നൈട്രജൻ 3 മോളുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോഴാണ് 2 മോൾ ഓഫ് അമോണിയ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പം ഈ ഒരു റിയാക്ഷൻ നടക്കുക 1 മോളിന് 3 മോള് കമ്പൽസറി ആണേ. അപ്പം ഇവിടെ നോക്കൂ, ഇവിടെ എത്ര മോളുണ്ട്? 1 മോളിന് 3 ആണെങ്കിൽ 17.86 ഇൻറ്റു 10⁻² മോൾ ഓഫ് നൈട്രജനിൽ എത്ര ഹൈഡ്രജൻ വേണം? 1ന് 3 ടൈംസ് ആണെങ്കിൽ 17 ഇൻറ്റു 3. ദാറ്റ് ഈസ് നൈട്രജൻ റിക്വയേഴ്സ് ഓൾമോസ്റ്റ് 5.36 ഇൻറ്റു 10⁻³ മോള് വേണം. അതായത് ഇതിനോട് ഞാൻ ഒരു മോൾ നൈട്രജന് 3 മോൾ ഹൈഡ്രജൻ വേണം. 17.86 ഇൻറ്റു 10⁻²നെ ഞാൻ മൾട്ടിപ്ലൈ ചെയ്ത് 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് ഇത്രയും മോൾ ഓഫ് ആര് വേണം? ഹൈഡ്രജൻ വേണം. ബട്ട് എനിക്ക് ക്വസ്റ്റ്യനിൽ തന്ന എത്ര മോളേ ഉള്ളൂ? 4.96 അല്ലേ. അതായത് 1 മോളിന് 3 വേണം, 17.86ന് 5.36 വേണം. But we got only, but according to the equation, the nitrogen is present, but according to the reaction, above reaction, നമുക്ക് തന്നിരിക്കുന്ന reaction, according to the above reaction, the amount, the hydrogen present is lesser in amount. Present is lesser in amount, so it is the limiting reagent. അതെന്ത് ചെയ്യും? ലിമിറ്റ് ചെയ്യും.
സോ ഡൈഹൈഡ്രജൻ ഇസ് ദി ലിമിറ്റിംഗ് റിയേജൻറ്റ്. ആരാണ് ലിമിറ്റ് ചെയ്യുന്നത്? ഡൈഹൈഡ്രജൻ ഇസ് ദ ലിമിറ്റിംഗ് റിയേജൻറ്റ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്താ? ഇതിലെ അടുത്ത പാർട്ട് എന്താ? ഐഡൻറ്റിഫൈ ദി ലിമിറ്റിംഗ് റിയേജൻറ്റ് in the production of ammonia in this situation. Identify limiting reagent in the production. ഇനി ഇവിടെ വേറെ ഒന്നുകൊണ്ട് കാൽക്കുലേറ്റ് ദ അമോണിയ ഫോം. അപ്പം എത്ര അമോണിയ ഫോം ചെയ്തതും കൂടെ നമുക്ക് കിട്ടണം. അപ്പം നമുക്ക് മനസ്സിലായി ലിമിറ്റിംഗ് റിയേജൻറ്റ് ഇയാളാണ്. ഇനി എത്ര അമോണിയ പ്രൊഡ്യൂസ് ചെയ്തെന്ന് കണ്ടേ? ഇനി നോക്കിക്കോ, 3 മോൾ ഹൈഡ്രജൻ. 3 മോൾ ഹൈഡ്രജൻ പ്രൊഡ്യൂസസ്. ഇവിടെ ഇപ്പം ആരാണ് ഇവിടുത്തെ ലിമിറ്റ് ചെയ്യുന്ന ആൾ? ഹൈഡ്രജൻ അല്ലേ. അപ്പോൾ 3 മോൾ ഓഫ് ഹൈഡ്രജൻ പ്രൊഡ്യൂസസ്. ഇവിടെ നമുക്കാണ് 3 മോൾ ഓഫ് ഹൈഡ്രജൻ പ്രൊഡ്യൂസസ് 2 മോൾ അമോണിയ. 3 മോൾ ഹൈഡ്രജൻ 2 മോൾ അമോണിയ പ്രൊഡ്യൂസ് ചെയ്യും. അപ്പം 1 മോൾ ഹൈഡ്രജൻ എത്ര പ്രൊഡ്യൂസ് ചെയ്യും? 1 മോൾ ഹൈഡ്രജൻ പ്രൊഡ്യൂസ് 2/3 മോൾ ഓഫ് അമോണിയ ആണല്ലോ. 1 മോൾ, 3 മോൾ ഹൈഡ്രജൻ 2 മോൾ പ്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ 1 മോൾ എങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യും? 2/3 അമോണിയ പ്രൊഡ്യൂസ് ചെയ്യും. അപ്പോൾ നമ്മുടെ കയ്യിൽ എത്ര ഹൈഡ്രജനേ ഉള്ളൂ? നമ്മുടെ കയ്യിൽ 4.96 ഇൻറ്റു 10⁻³ മോൾ ഓഫ് ഹൈഡ്രജനേ ഉള്ളൂ. അപ്പം 4.96 ഇൻറ്റു 10⁻³ മോൾ ഓഫ് ഹൈഡ്രജൻ പ്രൊഡ്യൂസസ് എത്ര പ്രൊഡ്യൂസ് ചെയ്യും? 1 മോളിന് 2/3 ആണെങ്കിൽ 4.96ന് എത്രയാണ്? 2/3 ഇൻറ്റു 4.96 ഇൻറ്റു 10⁻³ മോൾ അമോണിയ വിൽ ബി പ്രൊഡ്യൂസ്. ദാറ്റ് ഇസ് 3.30 ഇൻറ്റു 10⁻³ മോൾ അമോണിയ ഈസ് പ്രൊഡ്യൂസ്ഡ്. ഓക്കെ, ഇതെന്ത് കോൺസെപ്റ്റിലാണ് കിട്ടിയത് നമുക്ക്? മോളിൻ്റെ കോൺസെപ്റ്റിൽ ഇത്ര അമോണിയ പ്രൊഡ്യൂസ് ചെയ്യും. ഇനി ഇവരെ ഗ്രാമിലേക്ക് കൺവേർട്ട് ചെയ്യണമെന്ന് നമുക്കറിയാലോ. 1 മോൾ അമോണിയ എന്ന് പറയുന്നത് എത്രയാണ്? അമോണിയ ഇസ് ഈക്വൽ ടു 17 ഗ്രാം ആണ് അല്ലേ. 17 ഗ്രാം ആണ്. നമുക്കറിയാം മോൾ എന്ന് പറയുന്നത് ഗിവൺ മാസ് ഡിവൈഡഡ് ബൈ മോളാർ മാസ് ആണ്. നമുക്കിതിൽ എന്താ വേണ്ടത്? ഈ മാസാണ് വേണ്ടത്. അപ്പം നമ്മൾ മോൾ ഇൻറ്റു മോളാർ മാസ്. മോൾ എത്രയാണ്? എത്ര മോളാണ് ഇവിടെ ഉള്ളത്? 3.30 ഇൻറ്റു 10⁻³ മോളാർ മാസ് ഓഫ് അമോണിയ എത്രയാ? 17.0 ഗ്രാം. ദാറ്റ് വിൽ ബി 56.1 kg. അല്ലെങ്കിൽ നമുക്ക് ശരിക്കും കിട്ടുന്നത് 56.1 ഇൻറ്റു 10⁻³ ഗ്രാം ഓഫ് അമോണിയ ആണ്. അത് കൺവേർട്ട് ചെയ്യുമ്പോൾ വി ആർ ഗെറ്റിംഗ് 50. നമുക്കറിയാം 1 kg is equal to 10⁻³ ഗ്രാം ആണ്. സോ 56.1 kg. മനസ്സിലായോ? അപ്പോൾ നിങ്ങളുടെ ടെക്സ്റ്റിലുണ്ടല്ലോ ഭയങ്കരമായിട്ടൊക്കെ തന്നിട്ടുണ്ട്. ഒന്നുമില്ല, നിങ്ങളൊരു ഇക്വേഷൻ തന്നെ അതിൻ്റെ ബാലൻസ്ഡ് ഇക്വേഷൻ നോക്കുക. എന്നിട്ട് നിങ്ങൾ നിങ്ങളുടെ മനസ്സിലേക്ക് 1 മോൾ ഓഫ് നൈട്രജൻ റിക്വയർ 3 മോൾ ഓഫ് ഹൈഡ്രജൻ ആൻഡ് ഇറ്റ് വിൽ പ്രൊഡ്യൂസ് 2 മോൾ ഓഫ് അമോണിയ. ഇനി നമുക്ക് തന്ന വെയിറ്റുകളാണെങ്കിൽ അതിനൊക്കെ നമ്മൾ മോളിലേക്ക് കൺവേർട്ട് ചെയ്യാം. മോളിൽ കൺവേർട്ട് ചെയ്ത് നമുക്കറിയാം 1 മോൾ നൈട്രജന് 3 മോൾ വേണം. അപ്പോൾ ഇതിൽ 17.86 മോളിന് എത്ര വേണം? 1 മോളിന് 3 ആണെങ്കിൽ 17.6ന് അതിൻ്റെ ട്രിപ്പിൾ. അപ്പോൾ അത് ചെയ്തപ്പോൾ 5.36 ആണ്. പക്ഷേ നമ്മളെ പ്രോബ്ലത്തിൽ 4.96 തന്നിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് മനസ്സിലായി ഹൈഡ്രജനാണ് ഈ റിയാക്ഷനെ ലിമിറ്റ് ചെയ്യുന്ന ആൾ. അപ്പോൾ നമ്മൾ പറഞ്ഞു അക്കോർഡിംഗ് ടു ദ എബവ് റിയാക്ഷൻ ഹൈഡ്രജൻ ഇസ് ദ ലിമിറ്റിംഗ് റിയേജൻറ്റ്. ഇനി നമ്മളോട് എന്ത് പറഞ്ഞു? എത്ര അമോണിയ പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്? അമോണിയൻ്റെ പ്രൊഡക്ഷൻ ഡിറ്റർമിൻ ചെയ്യുന്നത് ഇവിടുത്തെ ലിമിറ്റിംഗ് റിയേജൻ്റായ ഹൈഡ്രജനാണ്. അപ്പോൾ നമ്മൾ നോക്കുക 3 മോൾ ഹൈഡ്രജൻ എത്ര മോൾ അമോണിയ പ്രൊഡ്യൂസ് ചെയ്യും? 2 മോൾ അമോണിയ പ്രൊഡ്യൂസ് ചെയ്യും. നമുക്ക് മനസ്സിലായി. അപ്പം നമ്മൾ പറയും 3 മോൾ ഓഫ് ഹൈഡ്രജൻ ക്യാൻ പ്രൊഡ്യൂസ് 2 മോൾ ഓഫ് അമോണിയ. അപ്പം നമ്മൾ കണ്ടുപിടിക്കും 1 mole of hydrogen can produce 2/3 mole of ammonia, means 4.96 into 10⁻³ mole of hydrogen can produce 2/3 into 4.96 into 10⁻³ mole. അതായത് 3.30 into 10⁻³ mole ആണ്. അപ്പോൾ നമുക്ക് ഇത്ര മോള് കിട്ടി. ഇനി മോളിനെ എങ്ങനെ ഗ്രാമിലേക്ക് മാറ്റും? അതിനുള്ള ഫോർമുല നിങ്ങൾ നന്നായി പഠിച്ചിരിക്കണം. മോൾ ഈസ് ഈക്വൽ ടു ഗിവൺ മാസ് ഡിവൈഡഡ് ബൈ തന്നിരിക്കണ മാസ് ഡിവൈഡഡ് ബൈ മോളാർ മാസ് ആണ്. അപ്പം ദാറ്റ് ഈസ് 1 മോൾ ഇസ് ഈക്വൽ ടു 17 ഗ്രാം. അമോണിയ എന്ന് പറയുന്നത് NH3 ആണ് കേട്ടോ. അപ്പോൾ നൈട്രജൻ ഇസ് 14 പ്ലസ് ഹൈഡ്രജൻ 3 ഇസ് ഈക്വൽ ടു 17 ഗ്രാം ആണ് മോളിൻ്റെത്. ഗിവൺ മാസ് ഡിവൈഡഡ് ബൈ മോളാർ മാസ്, മോൾ ഇൻ ടു മോളാർ മാസ് ട്രിപ്പ്. അപ്പോൾ എന്തായിരിക്കും?
നമുക്ക് കിട്ടുന്നത് 56.1 × 10⁻³ ഗ്രാമാണ്. അതിനെ നമ്മൾ കിലോഗ്രാമിലേക്ക് മാറ്റി. സിമ്പിളാണ്. അപ്പം നിങ്ങൾ 1-2 പ്രോബ്ലംസൊക്കെ നിങ്ങളിങ്ങനെ ചെയ്യുമ്പം ഇറ്റ് വിൽ ബി മോർ ഈസി ഫോർ യു. പിന്നെ എന്നോട് ആരൊക്കെയോ ചോദിക്കുന്നുണ്ട് ഞങ്ങൾ ഈ 1.00 ഒക്കെ പഠിക്കണോ, കറക്റ്റായിട്ടുള്ള പോയിൻ്റ് പഠിച്ചാൽ പോരെ എന്നൊക്കെ ഉള്ളത്. ബട്ട് ഇപ്പം നമ്മൾ ടെക്സ്റ്റിലൊക്കെ പ്രോബ്ലംസൊക്കെ ചെയ്യുമ്പം നമ്മളധികം 1.08 നമുക്ക് കുറേ വാല്യൂസ് ഒന്നും പഠിക്കാനില്ലല്ലോ. ഇപ്പോൾ ഹൈഡ്രജൻ, ഒരു നൈട്രജൻ, ഒരു ഓക്സിജൻ, അങ്ങനെ കുറച്ച് എലിമെൻറ്റ്സാണ് നമുക്ക് കാര്യമായിട്ട് പഠിക്കാനുള്ളത്. ബാക്കിയൊക്കെ നമുക്ക് തരും. അപ്പം നിങ്ങൾ ബെറ്റർ അങ്ങനെ തന്നെ പഠിച്ചിട്ട് പോകാൻ ശ്രമിക്കുക. നിങ്ങൾ 10th നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും 1, 14, 7 എന്നൊക്കെ പറഞ്ഞിട്ട്. ബട്ട് ഇപ്പം നമ്മളെ കാൽക്കുലേഷൻസിലൊക്കെ നമ്മൾ കുറച്ചുകൂടെ സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സും അങ്ങനെയൊക്കെ ആക്കുമ്പം ബെറ്റർ ട്രൈ ടു ലേൺ ദിസ്. ഒരു റിക്വസ്റ്റ് ചെയ്യുന്നുണ്ട്, വേഗം പോർഷൻസ് തീർക്കുക. മാക്സിമം ഞാനും ട്രൈ ചെയ്യുക. ഈ ഒരൊറ്റ ദിവസം കൂടെ കഴിഞ്ഞാൽ നമുക്കൊരു ലാസ്റ്റ് പോർഷനും കൂടെ ഉള്ളൂ. അത് കുഞ്ഞാണ്, പക്ഷേ ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. കാരണം വെരി ഇമ്പോർട്ടൻറ്റ് മീൻസ് ദാറ്റ് ലോട്ട് ഓഫ് ന്യൂമറിക്കൽ പ്രോബ്ലംസ് വിൽ ബി കമ്മിങ് ഇൻ ദാറ്റ് ഏരിയ. സോ നിങ്ങൾ എൻ്റെ കൂടെ തന്നെ പ്രോബ്ലം ചെയ്ത് പോകണം. ദോസ് ഹു ഹാവ് നോട്ട് സീൻ ദ ബാലൻസ് ദ കെമിക്കൽ ഇക്വേഷൻ ജസ്റ്റ് വാച്ച് ദ വീഡിയോ. അപ്പോൾ എന്നും പറയുന്ന പോലെ തന്നെ എല്ലാവരും നന്നായി പഠിക്കാൻ, മനസ്സിലാത്ത കാര്യമൊക്കെ കമൻസിലിട്ടോളൂ. ഓക്കെ, താങ്ക് യു.